Good morning and good evening. How are you everybody? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം. How are you all doing? I believe all of you doing well. നിങ്ങളുടെ ജീവിതത്തിൽ In your life, സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒരു പരമസത്യം വെളിപ്പെടാൻ പോകുന്നു. the legacy of love and truth is going to be revealed in your life. സദൃശ്യവാക്യം 10:7 പഠിക്കുമ്പോൾ When we study the book of Proverbs chapter 10 verse 7, നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്, the memory of the righteous is blessed, ദുഷ്ടന്മാരുടെ പേര് കെട്ടുപോകും. but the name of the wicked shall rot. പിന്നെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് So what God desires of us ഒരു is, ദുഷ്ടനായിരിക്കാനല്ല, it's not for us to be a wicked person, ഒരു നീതിമാനായിരിക്കാനാണ്. but for us to be a righteous person. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകും. Though the troubles of the righteous are അവ countless, എല്ലാറ്റിൽ നിന്നും ദൈവം അവനെ വിടുവിക്കും. yet God saves him from everything. ദൈവത്തിന് വേണ്ടി ജീവിച്ച ഒരു ജീവിതമാണെങ്കിൽ എന്നും നിലനിൽക്കും. If you have lived a life unto God, it will be a lasting one. നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടി എന്നും നിലനിൽക്കണം. Our life should always last for God. ഒരു ടെമ്പററി ഓട്ടമല്ല. It must not be a temporary race. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുന്നു, The apostle Paul says, ഞാൻ നല്ലപോൽ പൊരുതു, I fought a good fight ഓട്ടം തികച്ചു, and I ran the race വിശ്വാസം കാത്തു, and I kept the faith. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. And now the crown of life is awaiting me. ആമേൻ. Amen. കർത്താവിന് വേണ്ടിയുള്ള ഒരു ജീവിതം, Oh, a life for God. legacy of love and faith. Oh, വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും പരമസത്യം. ആ പരമസത്യം That legacy, എന്നും അത് നിലനിർത്തണം. you should always keep it. ആ ലെഗസി, That legacy, ആ ലവ്, that love, ആ ഫെയ്ത്ത് that faith നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കണം. must be there always in our lives. ആമേൻ. Amen. കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമായിരിക്കണം. To love the Lord, it must be a reality in our lives. കർത്താവിനേക്കാൾ അധികമായി ഒന്നിനെ സ്നേഹിക്കരുത്. And we must not love anything above and beyond our God. നിങ്ങളുടെ ജീവിതത്തിൽ In your lives, അവൻ ഒരിക്കൽ സ്നേഹിച്ചു, you've loved once, എന്നിട്ട് യേശുവിൽ നിന്ന് മാറിപ്പോയി. but then you went astray from Jesus. ഇന്ന് ഈ സമയം But this moment, this day, നിങ്ങൾ അകന്നകന്ന് പോകാനല്ല, it's not for you to go astray more and നിങ്ങൾ more. അടുത്തടുത്ത് വരിക, You need to draw closer to Him. മടങ്ങി വരിക. You got to return. കർത്താവ് പണിഷ്മെന്റ് ചെയ്യുന്നവനല്ല. The Lord is not the one who punishes you. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. Jesus loves you. അവന്റെ കരം His hand, തകർക്കപ്പെട്ടത്, was bruised. അവന്റെ തലയിൽ മുൾക്കിരീടം അടിച്ചത്, The reason why his hand was അവന്റെ placed, കാലിന്മേൽ ആണി അടിച്ചത്, the nails that were beaten into his feet, അവന് നമ്മളോടുള്ള സ്നേഹമാണ്. was an expression of his love ആ towards us. സ്നേഹം കുറഞ്ഞില്ല. And that love never decreased. മനുഷ്യരുടെ സ്നേഹം നമ്മിൽ നിന്ന് മാറിപ്പോയി. The love of men turned away from us. എന്നാൽ മാറിപ്പോകാത്ത ഒരു സ്നേഹം, But there is a love that will never turn away. അതാണ് യേശുവിന്റെ സ്നേഹം. That is the love of Jesus. അതാ കാൽവരി ക്രൂശിലെ സ്നേഹം. That is the love that was shown on the cross of Calvary. ഇന്ന് യേശു നിങ്ങളെ മാടി വിളിക്കുന്നു. Today the Lord is waving at you. നിങ്ങളൊരു മദ്യപാനിയായിരിക്കാം, You might be a drunkard. പാപത്തിൽ ഇരിക്കുന്ന You might be വ്യക്തിയായിരിക്കാം, a person who is in നിങ്ങൾ sin. ശാപത്തിൽ കിടക്കുന്ന You might be a വ്യക്തിയായിരിക്കും, person who is in നിങ്ങളുടെ curse. ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട All of your വ്യക്തിയായിരിക്കാം. attempts might have failed. എവിടെ നോക്കിയാലും ഫെയിലുവർ. No matter where you turn to, there's failure. എന്നാൽ യേശു പറഞ്ഞു, But the Lord said, നീ അടുത്ത് വരിക, draw closer to me, ഞാൻ നിന്നോടും അടുത്ത് വരും. and I will draw closer unto you. നമ്മെ വിടുവിക്കുന്ന കർത്താവ്. The Lord who delivers us. ഇന്ന് ഈ സമയം ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. This day, in this moment, I'm going to pray for you. നിങ്ങളുടെ ജീവിതത്തിൽ In your life, ഒരു ഏറ്റുപറച്ചിൽ ഉണ്ടാകട്ടെ. you must confess. നിങ്ങളുടെ കുറവുകൾ ഏറ്റുപറയട്ടെ. You must acknowledge your shortcomings. യേശു നിങ്ങളെ മാനിക്കാൻ പോകുന്നു. And Jesus is going to honor you. ഞങ്ങളുടെ കർത്താവേ, Our Lord, ഈ സമയം this moment, ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. I pray for this people. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ Right now as I ഒരു pray, വലിയ ഹീലിംഗ് a great healing, അവരുടെ മേൽ നടക്കട്ടെ. let it take place upon അവരുടെ them. വേദനകളെ അകറ്റണമേ. Lord, turn away their pain.
ശാപങ്ങളെ അകറ്റണമേ. Lord, turn away their അങ്ങയുടെ curses. കാൽവരി മരണം Oh, your death on the cross of ഞങ്ങളുടെ Calvary. ശാപത്തെ മാറ്റുന്നു. Oh, it's turning away all our ഞങ്ങളുടെ curses. രോഗത്തെ It's മാറ്റുന്നു. turning away all our ഞങ്ങളുടെ diseases. പാപങ്ങൾ ക്ഷമിക്കുന്നു. And you're forgiving all of our sins. ഈ ജനത്തെ അനുഗ്രഹിക്കണം. Lord, bless this people. അങ്ങയുടെ കരങ്ങളിൽ ഈ ജനത്തെ വെച്ച് അനുഗ്രഹിക്കണം. Lord, I hand these people over to you and bless them, നഷ്ടപ്പെട്ടത് Lord. മടക്കി കൊടുക്കണം. Oh, all the things that they lost, അവർ redeem it to them, ഭാരപ്പെടുന്ന Lord. വിഷയത്തിൽ അത്ഭുതം ചെയ്യണം. In all the matters that they burden, Lord, do a miracle. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name. ആമേൻ. Amen. God bless you. Love you. ജൂലൈ മാസം 24, 25, 26 നമ്മുടെ മെലേക്കിൻ്റെ കോൺഫറൻസ് നടക്കുന്നു. നിങ്ങളെല്ലാവരും വന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ ഓർപ്പിക്കുന്നു. ഈ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. God bless you. I would like to remind you in the month of July 24th, 25th and 26th, we have a special Melek conference over in Melek Prayer Tower. I would like to remind you to come over. It's an invitation to all. Please do come and remember this meeting in your prayers. God bless you. I love you.